ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഐ ആം അഞ്ജന ഫ്രം അലൻസ് അക്കാദമി. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, സൊസൈറ്റി, ഗവൺമെന്റ് ആൻഡ് നേഷൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, എക്കണോമിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഈ സ്റ്റേറ്റ്, സൊസൈറ്റി, ഗവൺമെന്റ്, നേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നും ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒക്കെ സിമ്പിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും state versus society. The society is much bigger in meaning. Society means people living together and having different kind of relationships. Social, economic, religious, cultural and political. It includes families, clubs, religious groups, etc. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊക്കെ ആയിരിക്കുന്ന നമ്മുടെയൊക്കെ ഒരു ലിവിങ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൽ പലതരം റിലേഷൻസ് ഉണ്ടെന്നാ പറയുന്നത്. സോഷ്യൽ ആയിട്ടുള്ളത് ഉണ്ടാവാം, എക്കണോമിക് ആയിട്ടുള്ളത് ഉണ്ടാവാം, റിലീജിയസ് ആയിട്ടുള്ളത് ഉണ്ടാവാം, കൾച്ചറൽ ഉണ്ടാവാം, പൊളിറ്റിക്കൽ ഉണ്ടാവാം. അപ്പം ഇതൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നത് എങ്ങനെയാണ്? ഫാമിലീസിലായിരിക്കാം, ക്ലബ്സിലായിരിക്കാം, റിലീജിയസ് ഗ്രൂപ്പിലായിരിക്കാം, പൊളിറ്റിക്കൽ ഗ്രൂപ്പിലായിരിക്കാം, അങ്ങനെ പലതരത്തിലും ആയിരിക്കാം. അടുത്തായിട്ട് നോക്കാം, സൊസൈറ്റി കെയിം ഫസ്റ്റ് ബിക്കോസ് ഹ്യൂമൻസ് ഓൾവേസ് ലീവ്ഡ് ഇൻ ഗ്രൂപ്പ് ഈവൻ ബിഫോർ സ്റ്റേറ്റ്സ് വേർ ക്രിയേറ്റഡ്. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ സൊസൈറ്റി ഉണ്ട്. കാരണം പീപ്പിൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ആദ്യകാലം മുതലേ ജീവിച്ചു വരുന്നത്. അടുത്തതായിട്ട് നോക്കുമ്പോൾ കാണാം, സൊസൈറ്റി കെയിം ഫസ്റ്റ് ബിക്കോസ് ഹ്യൂമൻസ് ഓൾവേസ് ലീവ്ഡ് ഇൻ ഗ്രൂപ്പ് ഈവൻ ബിഫോർ സ്റ്റേറ്റ്സ് വേർ ക്രിയേറ്റഡ്. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സ്റ്റേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹ്യൂമൻസ് ഗ്രൂപ്പായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയാണ് ആദ്യം ഒറിജിൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് കാണാം, സൊസൈറ്റി ഈസ് നാച്ചുറൽ, ഇറ്റ് ഹാപ്പൻസ് ഓൺ ഇറ്റ്സ് ഓൺ. ദ സ്റ്റേറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ലേറ്റർ ഫോർ ലോ ആൻഡ് ഓർഡർ. അതും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ സൊസൈറ്റി എന്ന് പറഞ്ഞത് അതിൻ്റെതായ രീതിയിൽ തന്നെ, ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊരു സൊസൈറ്റി ആയിട്ട് തന്നെ തനിയെ മാറുന്നതാണ്. അതേസമയത്ത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു റീജിയന്റെ ലോയ്ക്കും ഓർഡറിനും ഒക്കെ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത പോയിന്റ് നോക്കാം, ദ സ്റ്റേറ്റ് എക്സിസ്റ്റ് ടു സെർവ് ദ സൊസൈറ്റി, നോട്ട് ദ അതർ വേ അറൌണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ സൊസൈറ്റീനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേസമയത്ത് സ്റ്റേറ്റ് ഈസ് എ ടൂൾ, സൊസൈറ്റി ഈസ് ദ ഗോൾ അല്ലെ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. ഇപ്പം ഒരു സൊസൈറ്റിയെ അതിന്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്, സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗോളും ആണ്. ദ സ്റ്റേറ്റ് ഈസ് സോവേർജിൻ, ഹാസ് ഫുൾ പവർ. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ലോയ്ക്കും ഓർഡറിനും വേണ്ടി വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡെഫിനറ്റ്ലി നല്ല പവർ ഉള്ളതാണ്. അപ്പൊ തന്നെ സൊസൈറ്റിക്ക് അറിയാം, സൊസൈറ്റിക്ക് അങ്ങനെ പ്രത്യേക പവർ ഒന്നുമില്ല ഇല്ലേ. നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിലായിരിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് ലോയും ഓർഡേഴ്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നോട് പെരുമാറണം, ഇങ്ങനെ എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ സൊസൈറ്റിയിൽ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ്, സ്റ്റേറ്റിന് അതിൻ്റെതായ ഡിമാൻഡ്സ് ഉണ്ട് അല്ലെ. ഇന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യണം, ഇന്ന ടെറിട്ടറിയിലുള്ള ആൾക്കാർ ഇന്ന ഇതിൽ വരുന്നതാണ്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ സ്റ്റേറ്റിനുണ്ട്. അപ്പം അതിന് ഫുൾ ആയിട്ടുള്ള പവർ ഉണ്ട്. അതേസമയത്ത് സൊസൈറ്റി അങ്ങനത്തെ പവറുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിന്റെ ഒരു കീ ആയിട്ടുള്ള ഡിഫറൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 പറയാം. നേച്ചർ, പർപ്പസ് ആൻഡ് എൻഫോഴ്സ്മെന്റ്. നേച്ചർ എന്ന് പറയുമ്പോൾ നോക്കിയേ, സ്റ്റേറ്റ് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ആർട്ടിഫിഷ്യൽ, സൊസൈറ്റി ഈസ് സോഷ്യൽ ആൻഡ് നാച്ചുറൽ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ് നമ്മൾ പറഞ്ഞു. അതേസമയത്ത് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ ആണ്. ഒരാൾക്കാര് ഇന്ന റീജിയനിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ ബിൽഡ് ചെയ്യുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് പർപ്പസ് നോക്കിയേ, സ്റ്റേറ്റ് സെർവ് സൊസൈറ്റി, സൊസൈറ്റി ഈസ് ദ ഗോൾ. അത് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, സ്റ്റേറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സൊസൈറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഗോളുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗോളാണ് അല്ലെ. എൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ, സ്റ്റേറ്റ് യൂസസ് ലോസ് ആൻഡ് പണിഷ്മെന്റ്സ്, സൊസൈറ്റി യൂസസ് കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബോയ്ക്കോട്ട്. മനസ്സിലായോ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോയും പണിഷ്മെന്റും. നമ്മൾ നേരത്തെ കണ്ടു, ലോയ്ക്കും ഓർഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പം അതിന് ലോസും പണിഷ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സൊസൈറ്റി എന്താ യൂസ് ചെയ്യുന്നത്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ബോയ്ക്കോട്ട് അല്ലെ. ആൾക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു കാര്യങ്ങളെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൊസൈറ്റി നോക്കുന്നത്. അല്ലാതെ സൊസൈറ്റി ഇപ്പൊ പണിഷ് ചെയ്യോ അല്ലെങ്കിൽ ഹാം ചെയ്യോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും അത് കടന്നു പോകുന്നില്ല. നമുക്ക് ഈ കീ ഡിഫറൻസ് ആയിട്ടുള്ള 3 മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Moving to the next, we can see that state versus other associations. അപ്പൊ നമ്മള് സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിൽ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ് വേഴ്സസ് അതർ അസോസിയേഷൻസ്. അപ്പൊ ഇതിൽ കുറച്ച് കീ ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, മെമ്പർഷിപ്പ്.
സ്റ്റേറ്റ് മെമ്പർഷിപ്പ് ഈസ് കമ്പൽസറി, അസോസിയേഷൻസ് ആർ വോളണ്ടറി. അല്ലെ, ഇപ്പൊ ഞാനൊരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ചേർന്നാൽ മാത്രമേ എനിക്ക് അതിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഞാനൊരു സ്റ്റേറ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിലുള്ള എല്ലാവരും ആ സ്റ്റേറ്റിലുള്ള മെമ്പർഷിപ്പ് കമ്പൽസറി ആയിട്ട് കിട്ടുന്നവരല്ലേ, അല്ലെങ്കിൽ എടുക്കുന്നവരല്ലേ ആണ്. അപ്പൊ സെക്കൻഡ് വൺ നോക്കിയേ, ടെറിറ്ററി. സ്റ്റേറ്റ് ഹാസ് ഫിക്സഡ് ടെറിറ്ററി, അസോസിയേഷൻസ് ലൊക്കേഷൻ ക്യാൻ ചേഞ്ച്. ഇപ്പം ഞാനൊരു അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. ആ മീറ്റിംഗിലേക്ക് വരുന്നവരെല്ലാവരും ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഒരു മീറ്റിംഗിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗ് എനിക്ക് വേറൊരു സ്ഥലത്ത് എത്താം അല്ലേ. അതേ സമയത്ത് ഒരു സ്റ്റേറ്റിലുള്ളവരോട് പറയാണ് ഇന്നിപ്പം ഈ സ്റ്റേറ്റിലായതുകൊണ്ട് അടുത്ത മാസം വേറൊരു സ്റ്റേറ്റിലാക്കാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, സ്റ്റേറ്റ് ഹാസ് ഫിക്സഡ് ടെറിറ്ററി, അതിന് കൃത്യമായിട്ടുള്ള ടെറിറ്ററി ഉണ്ട്. മൂന്നാമത്തെ നോക്കിയേ, സോവേണിറ്റി. ഓൺലി ദ സ്റ്റേറ്റ് ഹാസ് സോവേണിറ്റി. അല്ലെ, സ്റ്റേറ്റിനാണ് സോവേണിറ്റി ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടു, സ്റ്റേറ്റിന് കൃത്യമായിട്ടുള്ള പവർ ഉണ്ട്, അതിന് ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അതേസമയത്ത് അസോസിയേഷൻ മസ്റ്റ് ഫോളോ സ്റ്റേറ്റ് ലോസ്. അപ്പം ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അസോസിയേഷനും ആ സ്റ്റേറ്റിന്റെ ലോസും അതുപോലെ തന്നെ ഓർഡേഴ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദ റോൾ ഓഫ് അസോസിയേഷൻസ്. അപ്പൊ അസോസിയേഷൻസിന്റെ റോൾ എന്താ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ. അസോസിയേഷൻസും സ്റ്റേറ്റും ഒക്കെ തമ്മില് ഒരേ രീതിയിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കൊരു അതിന്റെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം അസോസിയേഷൻസ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന് അതിന്റെ വർക്കിലൊക്കെ ഒത്തിരി റെഡ്യൂസിങ് കിട്ടും. അടുത്തതായിട്ട് നോക്കിക്കേ, ദ റോൾ ഓഫ് അസോസിയേഷൻസ്. അസോസിയേഷൻസ് ആർ ഹെൽപ്ഫുൾ റെഡ്യൂസിംഗ് ദ സ്റ്റേറ്റ്സ് ബർഡൻ ഇൻ ഏരിയാസ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. ദ സ്റ്റേറ്റ് ഷുഡ് സപ്പോർട്ട് ദം വൈൽ അസോസിയേഷൻസ് റെസ്പെക്ട് സ്റ്റേറ്റ് അതോറിറ്റി. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലൈഫിലൊക്കെ അസോസിയേഷൻസ് വളരെ കാര്യമായിട്ട് സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താവും, ദ സ്റ്റേറ്റ് ഷുഡ് സപ്പോർട്ട് ദം വൈൽ അസോസിയേഷൻ റെസ്പെക്ട് സ്റ്റേറ്റ് അതോറിറ്റി. സ്റ്റേറ്റിന്റെ അതോറിറ്റിനെ, അതിന്റെ ലോയിനെ, അതിന്റെ ഓർഡറിനെ ഒക്കെ അസോസിയേഷൻ റെസ്പെക്ട് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് അസോസിയേഷൻസ് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതൊരു ഈച്ച് അതർ സപ്പോർട്ടിങ്ങിലൂടെ കടന്നു പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂവിംഗ് ടു ദ നെക്സ്റ്റ്, വി ക്യാൻ സീ ദാറ്റ് state versus government. The government is the working part of the state. ഈ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് പാർട്ടാണ് എന്തിന്റെ, സ്റ്റേറ്റിന്റെ. അപ്പം ഈച്ച് അതർ അത് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നോക്കിയേ, ഇറ്റ് മേക്സ് ലോസ്, അപ്ലൈസ് ദം ആൻഡ് പണിഷസ് ദോസ് ഹു ബ്രേക്ക് ദം. ഇറ്റ് ഈസ് ദ വിസിബിൾ ഫേസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു വിസിബിൾ ഫേസ് ആണ്. അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ലോസ് മേക്ക് ചെയ്യുന്നു, അതിനെ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യുന്നവരെ പണിഷ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റേറ്റിന്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഫേസ് ആയിട്ട് ഗവൺമെന്റ് മാറുകയാണ്. ദ സ്റ്റേറ്റ് ഹാസ് പവർ നാച്ചുറലി, ദ ഗവൺമെന്റ് ഗെറ്റ് ഇറ്റ്സ് പവർ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താ മനസ്സിലാക്കണേ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ പവർ ഉള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആണ്. ഗവൺമെന്റ് ആണ് അതിനെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലേ. ഇപ്പൊ ഗവൺമെന്റ് ഗെറ്റ്സ് ഇറ്റ്സ് പവർ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിസ്ഥാനമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ലോസും ഒക്കെ, ലോയും ഓർഡേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ്ഡ് ആണ്. അടുത്തതായിട്ട് നോക്കിക്കേ, ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സിറ്റിസൺസ്, ദ ഗവൺമെന്റ് ഓൺലി ഇൻക്ലൂഡ്സ് ദോസ് ഹു റൺ ഇറ്റ്. അപ്പം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരു കേരളം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാവരും സ്റ്റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതേസമയത്ത് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ലീഡിങ് ബോഡിയാണ് അല്ലെ, അത് റൺ ചെയ്യുന്നവരാണ് അതിൽ കൂടുതലായിട്ട് വരുന്നവരെന്ന് പറയുന്നത്. ആരാണത്, മിനിസ്റ്റേഴ്സ്, ഓഫീസേഴ്സ് എക്സെട്ര. അടുത്ത നോക്കിയേ, ദ സ്റ്റേറ്റ് ഈസ് എൻ ഐഡിയ, ഇറ്റ് ഈസ് നോട്ട് സീൻ. അല്ലെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ആണ്, ഒരു സിറ്റുവേഷൻ ആണ്, അതിന് നമുക്ക് കാണാനൊന്നും സാധിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്താണ്, ഇത് ഗവൺമെന്റ് ഈസ് വിസിബിൾ, വി ക്യാൻ സീ മിനിസ്റ്റേഴ്സ് ആൻഡ് പോലീസ്. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, വിസിബിൾ ആണ്, അത് സത്യമാണല്ലേ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ ഇടയിൽ ഓഫീസേഴ്സ് ഉണ്ട്, പോലീസ്, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത പോയിന്റ് നോക്കിയേ, ദ സ്റ്റേറ്റ് ഈസ് പെർമനന്റ് അൺലെസ് ഡിസ്ട്രോയ്ഡ് ബൈ വാർ, ഗവൺമെന്റ് ചേഞ്ച് ഡ്യൂറിംഗ് ഇലക്ഷൻ ഓർ അതർ ഇവന്റ്സ്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ കേരളം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലേ. ആ ഒരു ഇതിന് മാറ്റം വരുന്നത് നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. ഇനിയിപ്പോ അഥവാ വല്ല യുദ്ധമൊക്കെ വരേണ്ടി വരും. അതേ സമയത്ത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഇലക്ഷനിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. ഇപ്പൊ ഓരോ ഭരണം മാറി മാറി വരുന്നില്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കി, ഡിഫറെന്റ് കൺട്രീസ് മേ ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ബട്ട് ദേ ഓൾ ആർ സ്റ്റേറ്റ്സ്.
ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഹാസ് എ പാർലമെന്ററി ഗവൺമെന്റ്, ദ USA ഹാസ് എ പ്രസിഡൻഷ്യൽ ഗവൺമെന്റ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണല്ലേ. ഇപ്പം ഇന്ത്യയുടെ ഭരണം പോലെയല്ല USA ഭരണം അല്ലെ. ഇവിടെ പാർലമെന്ററി ആണെങ്കിൽ അവിടെ പ്രസിഡൻഷ്യൽ ആണ്. അപ്പം അവിടെ ഇവിടെയും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ്. അതിന്റെ ഭരണത്തിൽ, അതിന്റെ ഗവേണിംഗ് ബോഡീസിന്റെ ഫംഗ്ഷനിങ്ങിലാണ് ഡിഫറൻസ് വരുന്നത്. അടുത്ത നോക്കിയേ, സോവറിനിറ്റി ബിലോങ്സ് ടു ദ സ്റ്റേറ്റ്, ദ ഗവൺമെന്റ് ഓൺലി യൂസസ് പവർ ഗിവൺ ബൈ ദ സ്റ്റേറ്റ്. അപ്പൊ പവർ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ ബിലോങ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം ദ ഗവൺമെന്റ് ഓൺലി യൂസസ് പവർ ഗിവൺ ബൈ ദ സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റ് കൊടുക്കുന്ന പവറിനെയാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയാണ് സ്റ്റേറ്റ് വേഴ്സസ് ഗവൺമെന്റ് എന്നുള്ളതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു കീ പോയിന്റ്സ് ആയിട്ട് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവണത്, ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് ആം ആണ് അല്ലെ. സ്റ്റേറ്റിന്റെ ഒരു വർക്കിംഗ് ആം ആണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കേ, ലോ മേക്കിംഗ്, ദ ഗവൺമെന്റ് ക്രിയേറ്റ്സ് ലോസ്. ലോ ആപ്ലിക്കേഷൻ, ദ ഗവൺമെന്റ് അപ്ലൈസ് ലോസ്. എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഗവൺമെന്റ് പണിഷസ് ലോ ബ്രേക്കേഴ്സ്. ഈ മൂന്നൊരു കീ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ലോ മേക്കിംഗ്, ലോ ആപ്ലിക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗവൺമെന്റ് ദ വർക്കിംഗ് ആം. ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു കീ പോയിന്റ്സ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 3 കീ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ലോ മേക്കിംഗ്, ലോ ആപ്ലിക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്. നമുക്ക് അറിയുന്ന കാര്യമാണ് ലോ മേക്കിംഗ്, ഗവൺമെന്റ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ അത് ബ്രേക്ക് ചെയ്യുന്നവരെ പണിഷ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളാണ് ഇതിലൊരു 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നത്. മൂവിംഗ് ടു ദ നെക്സ്റ്റ്, വി ക്യാൻ സീ ദാറ്റ് സ്റ്റേറ്റ് വേഴ്സസ് നേഷൻ. A nation is a group of people with common features like language, culture, history and feeling of unity. അപ്പൊ ഇവിടെ നേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയണേ, കോമൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജ്, കൾച്ചറൽ, ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് യൂണിറ്റി ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നേഷൻ എന്ന് പറയണത്. ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ടേം ബട്ട് എ കൾച്ചറൽ വൺ. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടൈം അല്ല, ഒരു സ്റ്റേറ്റ് പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല, അതൊരു യൂണിറ്റി ആയിട്ടുള്ള കുറച്ച് പീപ്പിളുടെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. എ നേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഫീൽ യുണൈറ്റഡ്. എ സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം വിത്ത് ലോസ് ആൻഡ് സോവറിനിറ്റി. അപ്പം നേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഫീലിംഗ് ഓഫ് യുണൈറ്റഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ മൊത്തം ആൾക്കാരെയാണ് നമ്മൾ നേഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം വിത്ത് ലോസ് ആൻഡ് സോവറിനിറ്റി. നിയമങ്ങളും അതുപോലെ തന്നെ പവർ ഒക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എ നേഷൻ ഈസ് നോട്ട് ഓൾവേസ് എ സ്റ്റേറ്റ്. ഒരു നേഷൻ എല്ലായ്പ്പോഴും ഒരു സ്റ്റേറ്റ് അല്ലെന്നാ പറയണേ. ഫോർ എക്സാമ്പിൾ, ബിഫോർ 1947 ഇന്ത്യ വാസ് നോട്ട് എ സ്റ്റേറ്റ് അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ വരെ നമ്മളൊരു സ്റ്റേറ്റ് അല്ലായിരുന്നു. മെനി നേഷൻസ് എക്സിസ്റ്റ് വിതൗട്ട് സ്റ്റേറ്റ്സ്. ഒത്തിരി നേഷൻസ് സ്റ്റേറ്റുകൾ ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. എ സ്റ്റേറ്റ് ഈസ് നോട്ട് ഓൾവേസ് എ നേഷൻ. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നേഷനും അല്ല. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രിയ ഹംഗറിയ വാസ് വൺ സ്റ്റേറ്റ് ബട്ട് ഹാഡ് മെനി ഡിഫറെന്റ് കൾച്ചേഴ്സ്. അപ്പം ഓസ്ട്രിയയും ഹംഗറിയും ഒരു സ്റ്റേറ്റ് ആണ്, പക്ഷേ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കൾച്ചേഴ്സ് ഉണ്ടെന്നാ പറയണേ. അടുത്ത പോയിന്റ് നോക്കിയത്, സ്റ്റേറ്റ് ഈസ് പൊളിറ്റിക്കൽ, ദ നേഷൻ ഈസ് ഇമോഷണൽ ആൻഡ് കൾച്ചറൽ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അവർക്ക് ലോ ആൻഡ് ഓർഡർ, പവർ, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതേസമയത്ത് നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവരൊരു യൂണിറ്റി, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുത്തു പോണ ഒരു സിറ്റുവേഷൻ ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ, എ സ്റ്റേറ്റ് യൂസസ് പവർ ആൻഡ് ക്യാൻ പണിഷ്. എ നേഷൻ യൂസസ് ലവ്, യൂണിറ്റി ആൻഡ് പെർസുവേഷൻ. ഇതിലെന്താ ഉദ്ദേശിക്കണേ, ഒരു നേഷൻ എന്ന് പറയുന്നത് ലവും യൂണിറ്റിയും അതുപോലെ തന്നെ ഒരു ഈച്ച് അതർ ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതേസമയത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിന് പവർ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതിന്റെ ലോസ് ഓർഡേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ പണിഷ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും നേഷൻ യൂണിറ്റി ഓഫ് പീപ്പിൾ. അപ്പൊ നേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് പീപ്പിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എ നേഷൻ ഈസ് എ ഗ്രൂപ്പ് ബൗണ്ട് ബൈ കോമൺ കൾച്ചർ, ലാംഗ്വേജ് ഓർ ഹിസ്റ്ററി, ഫോസ്റ്ററിംഗ് എ സെൻസ് ഓഫ് യൂണിറ്റി. ഇറ്റ്സ് ആൻ ഇമോഷണൽ ആൻഡ് കൾച്ചറൽ കോൺസെപ്റ്റ്, നോട്ട് സ്ട്രിക്ട്ലി പൊളിറ്റിക്കൽ. അപ്പോൾ ഇത് സ്റ്റേറ്റ് പോലെയല്ല, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പവർ ഉള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. യൂണിറ്റിയും ഇമോഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നേഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ 3rd ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, സ്റ്റേറ്റ്, ഗവൺമെന്റ്, സൊസൈറ്റി, നേഷൻ ഒക്കെയാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആണ്, സോവോജൻ ആണ്, ടെറിട്ടോറിയൽ ആൻഡ് ലോ ബേസ്ഡ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. സൊസൈറ്റി എന്താണ്, സോഷ്യൽ, നാച്ചുറൽ
റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആയിരിക്കുന്ന നമ്മുടെ സൊസൈറ്റി പോലെ അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേസമയത്ത് ഗവൺമെന്റ് എന്താണെന്ന് പറഞ്ഞത്, ദ സ്റ്റേറ്റ്സ് ഓപ്പറേഷണൽ ആം ആണെന്നാണ് പറഞ്ഞത്. അതേസമയത്ത് നേഷൻ എന്താണ്, കൾച്ചറൽ, ഇമോഷണൽ, പീപ്പിൾ ബേസ്ഡ്, യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, സൊസൈറ്റി, ഗവൺമെന്റ് ആൻഡ് നേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമ്മൾ കണ്ടു എന്താണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്നും അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ